ഏത് സ്ത്രീയെ എളുപ്പത്തിൽ ദുർനടപ്പുകാരിയാക്കാൻ പറ്റുന്ന ഒരു രണ്ടക്ഷര വാക്കുണ്ട് മലയാളത്തിൽ. പിഴ എന്നുള്ളത്. ഉം. ആഹ് പക്ഷേ അത് ജഡ്ജ് ചെയ്യാൻ മാത്രം ചുറ്റുമുള്ളവരായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരാളെ അറിയാം. അയാളുടെ കഥ അറിഞ്ഞോളണം നിർബന്ധമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ചുറ്റുമുണ്ട്. പിഴ എന്നുള്ളൊരു ആൽബം ഇറക്കുന്നു. ഒരു സ്ത്രീ പിഴ എന്നുള്ളൊരു ആൽബം അതും ഒരു ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ ഇറക്കുന്നതിന്റെ ഒരു പ്രാധാന്യമുണ്ടല്ലോ. ഇപ്പം വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കുറേ പോസ്റ്റുകൾ ഇടും. ഉം. സ്ത്രീകൾക്ക് കുറേ പൂക്കളൊക്കെ കൊണ്ട് കൊടുക്കും, ഉം. ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കും, ഇതാണല്ലോ. പക്ഷേ 5, 6 കൈയുള്ള അമ്മയുടെ ഫോട്ടോ. ആ, അതൊക്കെ നമ്മൾ ഒരു നിമിഷം ഓർക്കാണ്. പക്ഷേ അതെ. ഈ ആക്ച്വലി സ്ത്രീകൾ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉം. അത് ശ്രീരാമന്റെ കാലഘട്ടത്ത് തുടങ്ങി. ഇപ്പം സീതാദേവി ലങ്കയിൽ നിന്ന് വന്ന സമയത്ത് വരെ ഇവര് മോശപ്പെട്ട സ്ത്രീയാണെന്ന് ഉം. പറഞ്ഞ് ഉം. അവർ ഉം. ഭൂമിയുടെ ഉം. ഉള്ളിലോട്ട് പോയ ആ സമയം തുടങ്ങി ഇപ്പൊ വരെയുണ്ട്. പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും തെറ്റ്, ഉം. എന്ത് ചെയ്തില്ലെങ്കിലും തെറ്റ്, കുട്ടി ഉണ്ടായാൽ തെറ്റ്, കുട്ടി ഉണ്ടായില്ലെങ്കിലും അത് അവളുടെ തെറ്റാണ്. ഇനി കുട്ടിയെ വളർത്തി വലുതാക്കിയാലോ അതും അവളുടെ തെറ്റാണ്. അവൾ എന്തെങ്കിലും പറഞ്ഞാലോ അതും തെറ്റാണ്. പറഞ്ഞില്ലെങ്കിലോ അവളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. സോ ഇത് ഈ ഒരു കോൺസെപ്റ്റ്, ഇത് കോൺസെപ്റ്റ് അല്ല, ഇത് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ വർഷങ്ങളോളം ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പം ഒരു പോയിന്റിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു സംഭവം തന്നെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അത് സൊസൈറ്റിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം സ്ത്രീകൾ ഫ്രണ്ട് സീറ്റിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും ഒരു സ്ത്രീ അവളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവൾ ജഡ്ജ്ഡാണ്. ഉം. അത് ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു, ഞാനിത് ഇന്ന് എഴുതിയ പാട്ടൊന്നുമല്ല. ഇത് കുറച്ച് വളരെ വൈകാരികമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അതായത് തെറ്റുകൾ ചെയ്യാത്തായിട്ട് ആരാ ഉള്ളത്? ഉം. അപ്പം ഞാനിനി ഇത് ചെയ്താലും തെറ്റാണ്. ശരി, എന്നാൽ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം ചെയ്താൽ അതും തെറ്റാ. കുട്ടി ഉണ്ടെങ്കിലും തെറ്റാ, കുട്ടി ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറേ വരികളാണത്. അതെല്ലാം കൂടെ ഞാൻ ഒരു പാട്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. ഒരു ഇമോഷണൽ വെന്റ് ഔട്ട്. കൈൻഡ് ഓഫ്. ആ. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇത് റിലീസ് ചെയ്യണ്ട. എന്തിനാ വെറുതെ, അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാനത് മാറ്റി വെച്ചൊരു സംഭവമാണ്. പിന്നെ ഞാൻ എൻ്റെ ചുമ്മാ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാനിത് ബ്ലൂടൂത്തിൽ ചുമ്മാ ഒരു സാധനം കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് കേൾപ്പിച്ചപ്പം പല സ്ത്രീകൾക്കും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തു. ഇൻഫാക്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കണ്ണ് നിറഞ്ഞു വരികൾ കേട്ടിട്ട്. കാരണം അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ സീനിൽ ഞാൻ ചിലപ്പോൾ എന്നെ മീഡിയയിൽ അറിയുന്നതായതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഉം. എൻ്റെ പോലെ അല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അത് ഏത് ഇൻഡസ്ട്രിയിലും ഉള്ളതുണ്ട്. യെസ്. അവരെന്ത് ചെയ്താലും തെറ്റാണ്. അപ്പം അത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണത്. ഇപ്പൊ പുരുഷന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സ് അധികവും ഒരു ഡേയിലാണ് വിൻഡോ ഇരിക്കുന്നതെന്നാണ് പറയുക സയന്റിഫിക്കലി. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഒരുപാട് ഉണ്ടാവും. പിന്നെ അത് ഡിപ്പായി 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 പോവും. സ്ത്രീയുടെ അവസ്ഥ അങ്ങനെയല്ല. അവരൊരു 28 ഡേയ്സിന്റെ മന്ത്ലി സൈക്കിളിൽ ഈ ബ്രെയിൻ മാരിനേറ്റ് ചെയ്ത അവസ്ഥയിലാണ്. പല സമയത്ത് അവർക്ക് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇമോഷൻസ് വരും. അതുകൊണ്ടാണ് പല സമയത്തും ഈ സ്ത്രീകളുടെ മൂഡ് സ്വിങ്സ് പുരുഷന് മനസ്സിലാവുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള റീൽസും പഠനങ്ങളും ഒക്കെ ഇതൊക്കെ വരുന്നത്. ഇപ്പോഴാണ്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലുള്ള നമ്മളെ അമ്മമാരും അതെ, ഒക്കെ അതെ, അല്ലേ അതെ, എന്ന് അതെ. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പിന്നെ ആക്ച്വലി ഇപ്പൊ ഒരുപാട് എനിക്ക് ഒരുപാട് നല്ല ആൺസുഹൃത്തുക്കളുണ്ട്. ഉം. ഞാൻ ഒരിക്കലും ഒരു പുരുഷ വിരോധിയല്ല. ഉം. എനിക്ക് ഒരുപാട് ഗൈസ് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ അച്ഛനൊരു അമേസിങ് മനുഷ്യനാണ്. എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ കൂട്ടുകാര്, ഈവൻ ഈ പിഴയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഫുൾ ക്രൂ ബോയ്സ് ആണ്. ഓ, ഓ, ഓ. അവരാണ് ഈവൻ എൻ്റെ ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ചെയ്തു തരുന്നതും. ചേച്ചി ഇത് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാന്ന് പറയുന്നതൊക്കെ ആൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ആണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരാളല്ല. പക്ഷേ സ്ത്രീകൾ എന്നാലും ഏഹ്, ഇങ്ങനൊരു സംഭവത്തിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു വുമൻസ് ഡേയുടെ അന്ന് അവരാഘോഷിക്കുന്ന സമയത്ത് അവർ പോകുന്ന സംഭവങ്ങളും കൂടെ ഒന്ന് ഓർക്കണം എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ ഈ പുരുഷന്മാരെ പറ്റി പറയുമ്പോഴേ അമൃത, പുരുഷന്മാര് മാത്രമല്ലല്ലോ സ്ത്രീകൾ ജഡ്ജ് ചെയ്യുന്നത്. സ്ത്രീകൾ ശരിക്കും ജഡ്ജ് ഉണ്ട്. ചെയ്യും, സൈഡ് ലൈൻ ചെയ്യും, വേദനിപ്പിക്കുകയും കുറച്ചുകൂടി ആഴത്തിൽ കുത്തി നോവിക്കുകയും ചെയ്യുന്നത് ഏറെക്കുറെ സ്ത്രീകൾ തന്നെയല്ലേ പലപ്പോഴും. അത് ചില സമയത്ത് ഭയങ്കര വിഷമമുണ്ടാക്കണ കാര്യമാണ്. അതില് ഇപ്പൊ എൻ്റെ കേസിലൊക്കെ ഉം. തന്നെയാണെങ്കിലും കുറേ എന്താ പറയുക, കാര്യം അറിയാത്ത ഉം. ആളുകൾ കുറേ കമന്റ് ഇടുകയും കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇവരും പെണ്ണുങ്ങളല്ലേ, ഇവർക്ക് എന്താ അറിഞ്ഞിട്ടാ. അപ്പം ശരിക്കും സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് 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 ചുമ്മാ അങ്ങ് പറയുകയാണെന്നോ എനിക്കറിയില്ല. I don't know. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ,
ഇതൊരു വലിയ അപരാധമായി പോയല്ലോ എന്ന്. ഇത് തന്നെയാണ് എൻ്റെ ഇതിനകത്ത് വരുന്ന ഒരു വരി ഇത് തന്നെയാണ്. മാറത്തണഞ്ഞാൽ പിഴ. നമ്മളെപ്പോഴും ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഉം. ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടല്ല. അല്ല അല്ല ഒരു അല്ല. സ്ത്രീയും അല്ലെങ്കിൽ ഒരാളും അടുത്ത ദിവസം അത് കളഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല കയറുന്നത്. അത് അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് അത്രയും ആഗ്രഹിച്ചിട്ട് അത് നന്നായി വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് പോവുക. പക്ഷെ അത് ഓരോരുത്തരുടെ യോഗമല്ലേ അതൊക്കെ. ചിലർക്കത് വർക്കാവും, ഫസ്റ്റ് തന്നെ വർക്കാവും, ചിലർക്കത് വർക്കാവില്ല. ഉം. അപ്പം ആ, അങ്ങനെ എത്രയോ സ്ത്രീകൾ ഇപ്പം പല സ്ത്രീകളെയും ഇൻക്ലൂഡിങ് മീ തെറ്റുകാരി ആയതുകൊണ്ടാണ് ഇതാവാണ്ടിരുന്നത് ഉം. അതാവാണ്ടിരുന്നത് എന്നുള്ളൊരു ജഡ്ജ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് കൂടെ കടന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ എന്ത് കൂടെ കടന്നു പോയിട്ടില്ല, അവർക്ക് മാത്രം അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ മാറത്തണഞ്ഞാൽ പിഴ, മാറി നടന്നാൽ പിഴ, ഉം. 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 മാറത്തടിച്ചാലും പെണ്ണെ നീ തന്നെയാണ് പിഴ. ആരുടെയെങ്കിലും കൂടെ മാറത്തടഞ്ഞത് ഒരാളോട് ഇഷ്ടപ്പെട്ടാൽ അവള് പിഴയാ. മാറി നടന്നാലോ അവളെ കൊണ്ടൊന്നും പറ്റില്ല, അതായി. പിന്നെ നെഞ്ചത്തടിച്ച് കരഞ്ഞാലോ അപ്പോഴും പെണ്ണ് തന്നെയാ പിഴ. ഇതൊക്കെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള നുണ പരക്കുന്നൊരു വിധമുണ്ടല്ലോ. അപ്പം എനിക്കറിയാവുള്ള ഇത്രയും മതി, ഇത്രയും മതി. ഇത് ഒരാണിനെ കുറിച്ച് പറയില്ല ആരും. അത് അത് വളരെ ആണിനെ പറ്റി അങ്ങനെ ഒരു അത് മാർക്കിംഗ് അതാണ് ഉണ്ടാക്കാൻ എളുപ്പമല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാ അങ്ങനെ? ഒരാണിനെ കുറിച്ച് എന്തുകൊണ്ടാ പക്ഷെ അങ്ങനെ പറയണമെന്നല്ല കേട്ടോ ഉം. ഞാൻ ഉം. ഉം. ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പെണ്ണിനെ നമ്മൾ പറയും അവള് പിഴയാന്ന് പറയും. ഉം. ഒരാണിനെ അവൻ പിഴയാന്ന് പറയൂ. ഇല്ല. അത് വളരെ അത് റെയറാണ് അങ്ങനത്തെ ആ സന്ദർഭം. അപ്പൊ അത് എത്രയോ കാലങ്ങളായിട്ട് അതങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്കത് ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നും. ഒരുപാട് സ്ത്രീകൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ആം, ഈ നമ്മുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ചേച്ചി സംസാരിക്കാൻ പറ്റുമോ, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതായത് ചിലപ്പോൾ ഞാൻ പോയതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് മുമ്പോട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. അവർക്കൊന്നും പറയാൻ പറ്റണില്ല, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ. അമൃതയ്ക്ക് എന്തിനാ ഈ ആളുകൾ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്നത് എന്ന് ആലോചിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ ആലോചിക്കാൻ റെഡിയാണ്. ആ. എനിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഓക്കെയാണ് ഞാൻ. ആ. ആ. പക്ഷേ എന്താ പറയുക, എനിക്കൊരു മോളില്ലേ. അപ്പോൾ ഉം. പാപ്പു ഒരു ഏജ് വരെയൊക്കെ അത് അങ്ങനെ എഫക്റ്റ് ചെയ്യാണ്ട് പോയിരുന്നു. ഒരു ഏജ് കഴിഞ്ഞപ്പോൾ അവള് കുറച്ച് വിവരം ഇതുള്ള കുട്ടിയായി വന്നപ്പോൾ സ്കൂളിലൊക്കെ കളിയാക്കാൻ തുടങ്ങി കുട്ടികൾ. അതായത് അമ്മയെപ്പറ്റി മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെയാണല്ലോ പറയുന്നത്, അപ്പോൾ എന്തിനാണ് അമ്മയുടെ കൂടെ നിൽക്കണേ എന്നുള്ള ചോദ്യമൊക്കെ മറ്റേ സൈഡിലെ വീഡിയോന്റെ എണ്ണവും ഒരുപാട് കൂടുതലാണ്. കൂടുതലാണ്. അപ്പോൾ അത് അവൾക്കറിയാം എൻ്റെ ലൈഫ് എന്താണെന്നും നമ്മളെടുത്തിട്ടുള്ള ചോയ്സസ് എന്തായിരുന്നെന്നും. പക്ഷേ സ്കൂളിൽ വരുമ്പോൾ അതൊരു സങ്കടമല്ലേ. അങ്ങനെ അഭിരാമിയൊക്കെ എത്രയോ പ്രാവശ്യം ഞാനും അഭിരാമി പ്രിൻസിപ്പളിനെയൊക്കെ പോയി കാണേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ഒരുപാട് വ്യത്യാസമായി. ഉം. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നപ്പോഴാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നില്ല. ഞാൻ മിണ്ടാണ്ടിരുന്നപ്പോൾ ഞാൻ തെറ്റുകാരിയായിരുന്നു. മിണ്ടാണ്ടിരുന്നപ്പോഴാണ് ഞാൻ തെറ്റുകാരി ആയത്.